ഇതില് സ്പ്രിങ് അങ്ങനെ ഇത് 2-3 ടൈപ്പിൽ വെക്കാം. ഇങ്ങനെ വെക്കാം. അങ്ങോട്ടേക്ക് പോകേണ്ടത്. അതെ, ഇത് ഹോട്ടലിലെല്ലാം കൊടുക്കുന്നു. അനങ്ങാതെ വെക്കണം അല്ലേ? ഇത് അടിപൊളി. ഇത് മഹാഗണി, ഇത് വീഴ്ത്തി, കരിവീഴ്ത്തി അല്ലേ? പിന്നെ ഇതിന്റെ അകത്ത് വെള്ളം നിറച്ച് മോട്ടറിന്റെ ഒച്ച പറ്റില്ല. ഇത് എവിടെയും തട്ടുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല അല്ലേ? ചെയ്യുന്നത്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും. അങ്ങനെ ഒരു ഭയങ്കര ഒരു കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ 3 പേരേക്ക് മാവിലായാണ്. ഇവിടെ ഒരു കഷ്ണം തടിക്കഷ്ണം കിട്ടിയാൽ പല വിദ്യകളും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഞാനുള്ളത്. പിന്നെ ഈ അടുത്തായിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ ആളെ കണ്ടിട്ടുണ്ടാവും. ഹായ്, നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട്? ഉഷാറ്. അപ്പൊ ഒരുപാട്, ഒന്ന് പേര് പറയോ? രജിൽ പുനക്കൽ അല്ലെ? പുനക്കാലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നെല്ലാം ഏകദേശം കുറച്ചെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്? ഇത് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് സരസ്വതി ബോർഡ് എന്ന് പറയും. ഇത് കോമൺ ആയിട്ട് എല്ലാവരും എടുക്കുകയുള്ളത് 2 പീസിന്റെ. അതെ, ഇത് 4 പീസിന്റെ. ഒരു തടിയെന്ന് മുറിച്ചെടുക്കുന്നത്. ഒറ്റ തടിയാ. ഇങ്ങനെ ഈ ടൈപ്പ് തടിയാണ്. അതിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ബുക്ക് വെക്കും. പിന്നെ ഇത് 2-3 ടൈപ്പിൽ വെക്കാം. ഇങ്ങനെ വെക്കാം. ഇവിടെയും ബുക്ക് വെക്കാം. 3 ബുക്ക് വെക്കാം വേണമെങ്കിൽ അല്ലേ? അടിപൊളി. ഇതിന് ഒരുപാട് ടൈം, എത്ര ടൈം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ? പിന്നെ 2 ദിവസം എടുത്തിന്. 2 ദിവസം എടുത്തല്ലേ? അത്രയും ക്ഷമ. ഇത് പൊട്ടിപ്പോറല്ലോ. അതെ അതെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിച്ചതിന് ഇങ്ങനെ മുറിക്കുമ്പോ ഇതിന് തട്ടും. ഇങ്ങനെ മുറിച്ച് ഇതിങ്ങനെ മുറിക്കണോ. ഒരുപാട് പണിയുണ്ട്. നമ്മളിപ്പം കണ്ടപ്പോ ഈസി ആയിട്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് കാണിച്ച് ഇത്ര ബുക്ക് വെക്കാന്ന് പറഞ്ഞു അല്ലെ? ഇതിന്റെ മേലെ ഒരുപാട് പണിയുണ്ട്. അടുത്ത നമ്മളേതാ കാണിക്കുന്നത്? ഇതെല്ലാം ഏടാകൂടം എന്ന് പറയും. ഈ കാണുന്നല്ല എന്തൊരു ഏടാകൂടത്തിൽ നമ്മൾ വന്ന് പെട്ടെന്ന് പറയുമ്പോൾ അല്ലെ? ഇതെല്ലാം ഇത് 12 പീസ്, 14 പീസ്, 24 പീസിന്റെ ആണ് ഇത്. 24 പീസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 24 ഇത് കഴിക്കാൻ കഴിയും. കഴിച്ച് സോൾവ് ചെയ്യാൻ മൊത്തം കഴിക്കാൻ മൊത്തം കഴിക്കാൻ കഴിയും. ഇതിന്റെ അകത്ത് ഒരു ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് കഴിച്ചാല് ഓരോന്ന് അയച്ച് സെപ്പറേറ്റ് എടുക്കാം. അത് താങ്കൾക്ക് മാത്രമേ അത് കഴിയില്ല. നമ്മൾ പുറത്ത് അല്ല, അയക്കണം എന്നില്ല. എന്തായാലും ജനങ്ങൾ കാണട്ടെ സംഭവം ഇതുണ്ട് ഇങ്ങനെ അല്ലെ? അയച്ചാലും ഫിറ്റ് ചെയ്യാൻ ഒരുപാട് പണിയുണ്ട്, ടൈം എടുക്കും. പിന്നെ എളുപ്പത്തില് അയക്കാനും അതിന്റെ ചെറിയ പീസുള്ളിയുണ്ട്. ഇതാണ് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയത്. 6 പീസിന്റെ ഇടപെടും. ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതൊന്ന് സോൾവ് ചെയ്ത് എന്നോട് എനിക്ക് വന്നിട്ട് കാര്യമില്ല. ഒന്ന് ചെയ്ത് ഇതെല്ലാം അതെ. ബിരിയാണി കൊടുത്താലോ? നോക്കി കാണുന്ന ആളുകൾക്കും കാണുന്നാക്കും ട്രൈ ചെയ്യാൻ മേടിച്ചിട്ടല്ലേ? ഇത് മേടിക്കാൻ കിട്ടില്ല. ഇത് മേടിക്കാൻ സെയിലുണ്ട്. സോറി, ഞാൻ എന്തായാലും നിർത്തി. ഒന്നത് ഫിറ്റ് ചെയ്ത് കാണിക്കും. ഒരുപാട് ടൈം എടുക്കും ഇത് അയച്ച് ഫിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ദിവസമായിട്ട് കാണിക്കുന്നില്ല അല്ലെ? നമ്മളല്ലാണെങ്കിൽ കുറെ ടൈം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റും. അതാണ് പിന്നെ ഞാൻ അപ്പൊ തന്നെ അടിയറ പറഞ്ഞത്. അടിപൊളി. എത്ര ഈസി ആയിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തത്. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഇത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അതെ അല്ലേ? അപ്പൊ അത്രയും പഴക്കമുണ്ട് നമുക്ക്. പിന്നെ നമ്മള് കാണിക്കാൻ പോകുന്നത് എന്താ? ഇത്
ഇതിന്റെ ഒരു ബോൾ ഉണ്ട്. ബോള് അത് ബോള് ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ ബോളിങ് എടുക്കാൻ കഴിയും. ഇത് ഇതിന്റെ അകത്ത് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് കഴിച്ചാല് ഇത് പീസ് ഇത് 12 പീസിന്റെ. അപ്പൊ ആ ബോള് അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇത് രണ്ടാമത് സെറ്റ് ചെയ്യണം. അതെ, ഇത് ബോള് നേരം മരത്തിനെ കൊണ്ട് ബോളും മരം തന്നെ അല്ലെ. അപ്പോ ഇതാണ് ബോള്. എന്തായാലും നമ്മൾ അയക്കുന്നില്ല, കുറച്ച് ടൈം ആയിരുന്നോണ്ട് അയക്കുന്നില്ല. അടുത്തത് ഇത് കങ്കാരു. ഇത് വുഡിന്റെ. ഇതിനിപ്പോ എത്ര സമയം എടുക്കും? ഒരു ദിവസം കൊണ്ട്? ഒരു ദിവസം വേണം. ഒരു ദിവസം. ഇതിന്റെ പ്രയാസം എന്ന് പറഞ്ഞാല് ഇത് കട്ടിങ് മാത്രല്ല, ഇതിന്റെ വെയിറ്റ് ബാലൻസ് കണക്കാക്കണം, എന്നാലേ ഇത് മുന്നോട്ട്. ബാലൻസിനും ഒരു പണിയുണ്ട്. അപ്പൊ ഇതൊന്നുകൂടി കാണിക്കുക. അടിപൊളി. പിന്നെ ഇനി എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതുള്ള കൂട്ടത്തില് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇടപെട അത് ഇതാണ് അല്ലെ. ഈ റിങ് ഇല്ല, നീ പറയരുത്. ഈ റിങ് പുറത്തെടുക്കുക. അത് എടുക്കാനായി. ഒന്നാമത് എന്റെ മൈൻഡ് ശരിയല്ല, അപ്പൊ ഇതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇതൊരു മരത്തടിയിൽ ഉണ്ടാക്കിയതാ. മരത്തടി ഇത് റോപ്പാണ് ഇതിന്റെ നടുക്കോട്ടില്ല. റിബണ്. ഒരു പീസിനെ കൊണ്ടുണ്ടാക്കിയത് ഇത്? ഇത് ഒരു പീസാണ്. അല്ല, സെപ്പറേറ്റ് പീസ്. എനിക്ക് ഇത് റിബണില് സെറ്റ് ചെയ്തിയാ. കാണുമ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിന്റെ പേരെന്താ? ഇത് റിബൺ ഇങ്ങനെ പറയുന്ന പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഞമ്മളാഴ്ച ഉദ്ദേശിച്ച ഒരു പേര്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ അല്ലെ. അവിടുന്ന് കാണുമോ? ഇല്ല, അങ്ങോട്ട് വെക്കാം. ആ സ്ഥലത്ത് വെക്കാം അല്ലെ. ഇത് ഇങ്ങോട്ടാണ് ചെരുവ്. അതെ, ചെരുവ് താഴ്ച ഇങ്ങോട്ടാണ്. സാധാരണ നമ്മള് നോർമല് ഇത് സ്പീഡ് ലെവലാണ്. ചെരുവ് ഇത് PVC പൈപ്പ് താഴോട്ടാ പോകേണ്ടത്. അതെ, ഓക്കെ. അതിന് ഓപ്പോസിറ്റിലേക്ക് ഈ ഒരു സാധനം വരുമ്പോ പോകുന്ന കണ്ട് എന്ത് സംഭവം എന്താ? വെയിറ്റ് തന്നെ ബാലൻസിലാണ്. ഇതിന്റെ ചെരുവിൽ ഇങ്ങോട്ട് വരുന്നതാണ്. അടിപൊളി. ഇതിപ്പോ നമ്മൾ സെയിലിന് വെക്കുന്നുണ്ടോ? സെയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ആൾക്കാർക്ക് അറിയില്ലല്ലോ. എത്രയായിരിക്കും ഇതിന് റേറ്റ്? പിന്നെ മോഹവിലയാ? അതെല്ലാം മോഹവിലയിൽപ്പെട്ടാണ് ഇതെല്ലാം അല്ലെ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. അപ്പോ ഈ ഐറ്റംസ് എല്ലാം ഇതൊന്നല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസ് എല്ലാം വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പറും വെക്കുന്നത്. അടുത്തത് നമ്മൾ കാണിക്കുന്ന ഈ ഒരു സംഭവം. ഇതിന്റെ പ്രത്യേകത പണ്ട് കാലങ്ങളിൽ ജോയിന്റ് ആക്കുന്ന മരം. ഇത് 2 തടിയാണ്. 2 തടിയില് ഇത് നീളം കൊണ്ട് ജോയിന്റ് ആക്കിയതാ. അപ്പൊ ഇത് ഇങ്ങനെ കയറ്റാൻ കഴിയില്ല. ആരാന്ന് പറയും. ഇത് ചെറുതെന്ന് വലുതിലേക്ക് ഇങ്ങനെ പ്രസ്സാക്കി കയറ്റാൻ കഴിയില്ല, ഇങ്ങനെ കയറ്റാനും കഴിയില്ല. പ്രശ്നം തന്നെയാണ്. ഒരേടാകൂടം തന്നെയാണ്. ഇത് കഴിക്കാൻ കഴിയും. ഇത് പിന്നെ ഇത് ലോക്കിലാക്കിയതാ. കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ട്രിക്ക് മനസ്സിലാകുന്നുണ്ട്. വേണ്ട ഇപ്പം തൽക്കാലം അത് അയക്കണ്ട. ഇത് കഴിക്കാൻ കഴിയുന്ന ഇതിന്റെ അകത്തൊരു ലോക്ക് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ പ്രസ്സിങ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ചെരുവ്. അതെ, ഇങ്ങോട്ട് പ്രസ് ചെയ്യാൻ കഴിയില്ല. അത് 4 ഭാഗത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെയും കയറ്റാൻ കഴിയില്ല. ഇങ്ങനെ എന്തായാലും ഇത് അയക്കാം. ഇതിന്റെ ഉള്ളിൽ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് പിന്നെ തട്ടിക്കഴിഞ്ഞാല് ഇത് ഊരിയെടുക്കാൻ കഴിയും. ഊരിയെടുക്കാൻ പറ്റും. ആ സീക്രട്ട് അയച്ചിട്ട് കാണും. പിന്നെ അടുത്തതെന്താ? പിന്നെ ഇത് വേറൊരു ടൈപ്പ്. ഇതിന്റെ മറ്റൊരു ടൈപ്പ് അല്ലേ? മൂന്ന് മോഡലിൽ ചെയ്ത. ഇത് കണ്ടോ, ഇതിങ്ങനെ പ്രസ്സിങ്ങിൽ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ
പ്രസാക്കിയിട്ട് ഇത് ആരെ പോലെ തന്നെയാ. ഇങ്ങനെയാന്ന്, ഇങ്ങനെ പ്രസാക്കാനും കഴിയില്ല. ഇത് ഇവിടെ ചെറുത് ഇവിടെ വലുത്. അതെ, വലുതാണ്. ഇങ്ങനെയും കയറ്റാൻ കഴിയില്ല. ഇത് 2 തടിയാണ്. ഇത് എങ്ങനെ കയറ്റി ചെയ്യുന്ന ചോദ്യം. ഇതാണ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫാക്കാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും ഒന്ന് അപ്പൊ ഇതിന്റെ സീക്രട്ട് മനസ്സിലാവുമല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഇതാണ് ഏടാകൂടത്തിന്റെ അല്ല, അത് വേണ്ട, കാണിക്കണ്ട. പ്രശ്നം എന്ന് പറയുമ്പോ ഇതൊരു സീക്രട്ടാ, അപ്പൊ അങ്ങനെ പബ്ലിസിറ്റി ആക്കിയിട്ട് കാര്യമില്ല. അടുത്തത് ഇതെല്ലാം സെയിലിന് പോകുന്നില്ല, സെയിലിന് പോകുന്നതാണ്. അപ്പൊ അതിന്റെ ആ കൗതുകം പോയി പോകും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത നമ്മള് ഏണി, അത് നമ്മളിപ്പോ സെയിലിന് കൊടുക്കുമ്പോ അവരോട് ഞാൻ പറയലുണ്ട്, വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾ ശ്രമിച്ച് തീരെ ആകുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അയച്ചുതരാം. ആദ്യം തന്നെ വീഡിയോ അയച്ചു കൊടുത്താൽ ത്രില്ല് പോയി പോകും. ഈ ഗെയിം അല്ലേ, സോൾവ് ചെയ്യണ്ടല്ലോ. അതെ. പിന്നെ ഇതെന്താ, ഇത് വലിക്കുത്തിയില്ല. ഇതിന്റെ അകത്ത് ഉണ്ടോന്ന് അറിയില്ല. ഇത് വലിക്കുത്തിന്നില്ലേ? അതിന്റെ ബോക്സാണ്. ഇങ്ങനെ സെറ്റപ്പ് ആണല്ലോ. ഇത് ഹോട്ടലിലെല്ലാം കൊടുക്കുന്നു. ഇതൊക്കെ ആക്കാൻ എത്ര ദിവസം എടുത്ത്? ഇതെല്ലാം ഒരു ദിവസം കൊണ്ടാവും. ശരിക്കും ഇത് എങ്ങനെ പഠിച്ചത് നമ്മള്? ഞാൻ ഇത് ഫർണിച്ചറിന്റെ പണി തന്നെയാണ്. അതെ. പിന്നെ അല്ല, ഇങ്ങനെ ഒരു ഇതിന്റെ ഒരു ഞാനൊരു ഹോട്ടലിൽ ഇതിന്റെ പിന്നെ ഫൈബറിന്റെ കണ്ടില്ല, അത് ഞാൻ പിന്നെ നമുക്ക് മരത്തിൽ ചെയ്ത് മരപ്പണിക്കാറില്ല, അപ്പൊ മരത്തിൽ ചെയ്യാന്നുള്ളതില് ഇതില് ഐഡിയ ഒന്നും നമുക്ക് തിരിച്ചില്ല. ഇത് എന്റെ ഐഡിയയില് അങ്ങനെ ചെയ്ത് വന്നപ്പോ ഇങ്ങനെ വിചാരിച്ചത് വേറൊരു മോഡലിലാണ് ഫൈബറിന്റെ ഉള്ളത്, പ്ലാസ്റ്റിക്കിന്റെ. അടിപൊളി. പിന്നെ നമുക്ക് ഏണിയുണ്ട്. ഏണിയില്ല, ഏണി അതെല്ലാം ചോദിക്കാം. വൈബ്രേഷൻ ആവുന്നുണ്ടോ? അനങ്ങാതെ നിൽക്കണം അല്ല ഇത്? ഇവിടെ കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കും അല്ലേ? ഇതൊക്കെ എത്ര ദിവസം എടുത്ത്? അത് ഇതിനല്ല പ്രയാസം, ഇതിന് ഈ സാധനം അല്ലേ ബൊമ്മനാക്കാനും. പിന്നെ ഇതിന്റെ അകത്ത് ഒരു ഇതുണ്ട്, കട്ടിങ് എല്ലാം ഉണ്ട്. ഇതും മരമാണല്ലോ. അതുകൊണ്ടാണ് ഇതും മരമാണ്. ഇതാണ് ഉണ്ടാക്കാൻ വലിയ പാട്, കുറെ പണിയുണ്ട്. ഇത് ഒരുപാട് ക്ഷമേന്റെ അല്ലേ? അത് കറക്റ്റ് ആയിരിക്കണം വീഴുന്നത്. എങ്ങനെയാണ് ഇത് വെക്കുക? മുകളിൽ വെച്ചിട്ടല്ലേ? അടിപൊളി. ഇതിന്റെ ബാലൻസ് കറക്റ്റാങ്കിലേ അത് തൂക്കില് കറക്റ്റ് പോകുന്നു. പിന്നെ ഇപ്പൊ ശരിക്ക് പറയേണ്ട ആവശ്യമില്ല, എന്താ ചെയ്യുന്ന ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇവിടുന്ന് വർക്ക്ഷോപ്പ് ഇവിടെ തന്നെ ആണ്. അതുപോലെ തന്നെ പിന്നെ പണിയെല്ലാം വന്നാൽ ഇവിടുന്ന് മരം ഇവിടെ കൊണ്ടുപോയി ഇവിടുന്ന് ചെയ്യുന്നത് അല്ലെ? ഒരു വീടിന്റെ കംപ്ലീറ്റ് പണിയെടുക്കുന്നത്. അതുപോലെ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മൾട്ടിവുഡിന്റെ പണി എടുക്കലുണ്ട് അല്ലെ? പുറത്തു പോയിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാം. ഫിറ്റിംഗ് എല്ലാം ഉണ്ടല്ലോ. അതെ അതെ അതെ. പിന്നെ അടുത്തത് നമുക്ക് ഒരു പരന്തല്ലേ ഇത്? പരന്തിനെ കാണുന്നുണ്ട്. ഇതും മരമാണ്. ഇത് ബോർഡിൽ ചെയ്താണ്. അതെ അല്ലെ? മരത്തിൽ ചെയ്യാൻ കഴിയില്ല, പൊട്ടിക്കളയും. ഗുണപ്പൊട്ടി. അതുകൊണ്ട് ഇത് പിന്നെ ബോർഡിൽ ചെയ്താണ്. MDFന്റെ ലാമിനേറ്റ് ഷീറ്റ്. ഇതിന്റെ ബാലൻസ് വെയിറ്റ് തന്നെ അല്ലേ? കാറ്റിനും ഇങ്ങനെ അടിക്കളിക്കുമല്ലോ അല്ലേ? റൂമിലെല്ലാം കട്ട് ചെയ്ത് കിട്ടൂല. കട്ട് ചെയ്ത് അടിപൊളി. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തോളൂ. ഓൾറെഡി ഉണ്ടാക്കിയതുണ്ടോ? ഇല്ല, ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കാം. അതെ, ഒരു ഓർഡർ വന്നാൽ ഇപ്പൊ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അത് പണീന്റെ തിരക്ക് നോക്കി വെച്ച് നമുക്ക് ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാം. പക്ഷെ പണീന്റെ ഒരു തിരക്കിന്റെ. അതെ, ഞാൻ വിചാരിച്ചത് ബോള് തന്നെയാണ്. ഇതും ഇത് പലകയിൽ ചെയ്താ, ചെറിയ അരേഞ്ച് പലകേനെ കൊണ്ട് ഒട്ടിച്ച് ചെയ്താ. ഉള്ളു പൊള്ളയാണ്. ഉള്ളു പൊള്ള അല്ലേ? എന്നാലും വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ? ഇത് മഹാണിയും ഇത് വീട്ടിയാണ്. അങ്ങനെയുണ്ടല്ലേ? ഇത് മഹാഗണി, ഇത് വീട്ടി, കരിവീട്ടി അല്ലേ? അടിപൊളി. അപ്പോ ബോള്. പിന്നെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ ഒരു
ഇതുണ്ടല്ലോ നമ്മള് ബാക്കിയെല്ലാം പുറത്തെല്ലാം ചെയ്യുന്ന പിന്നെ ഇത്ര റിസ്ക് ഉണ്ടാവില്ല, ഈ അകത്ത് ചെയ്യുന്നതിന്റെ അതാണ് റിസ്ക് എങ്ങനെയായത്? ഇത് ഞാൻ ആദ്യം ഒന്ന് പുറത്തുനിന്ന് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് അത് അതേപോലെ കഴിച്ചിട്ട് ഓരോ പീസായി ഇട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്യാം. ചെറിയൊരു ടൂൾ വെച്ചിട്ട് കഷ്ണം വെച്ച് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ചാന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കുലുക്കി കഴിഞ്ഞാൽ ഇത് അളിയിപ്പോവും. ഉള്ളിന്ന് പശയിടാണ്ട് വെള്ളമില്ല, വെള്ളമുണ്ട്, വെള്ളമുണ്ട്. വെള്ളം തന്നെ, അതാ ഞാൻ അതാ വെയിറ്റ് നോക്കുന്നത് ഇങ്ങനെ. അപ്പൊ അത് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ അളകി പോകുന്നോണ്ടാന്ന് വെള്ളം നിറച്ച് വെച്ചു. എന്തായാലും വലിയ ഒരു സംഭവം തന്നെയാണ്, കഴിവെന്നല്ല സംഭവം തന്നെ പറയണം. പിന്നെ അതേപോലെ തന്നെ കുപ്പി, ബോട്ടൽ, ഇതിൽ ചെറിയൊരു മേജിക് ഉണ്ട് ഇതിന്റെ അകത്ത്. ഒന്ന് മേജിക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും. ഇതാണ് മേജിക് കുപ്പി. ഇത് അതെ മാജിക്, നമ്മളെ തലയിൽ വെച്ചിട്ടല്ലേ? ഇവിടെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഒന്നും പറ്റാണ്ട് അല്ലെ, തലയെല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പോ അമ്പരന്ന് ഒഴുകുന്നൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ തല പോയി പോവാന്നെല്ലാം ചിന്തിച്ചു പോന്നെ. അങ്ങനെയുള്ള മാജിക് ആണ് ഇത്. എന്റെ അതൊരു ട്രിക്ക് ഉണ്ട്, വേറെയും ട്രിക്ക് ഉണ്ട്. ട്രിക്കാണ്, നമ്മളെ പോലത്തെ ആൾക്ക് പറ്റില്ല. പിന്നെ ഇത് നമ്മൾ നോക്കിയാ അത് ഒരു ബോക്സ്. അതെ, ഡോബിനോ ഒന്ന് ഞാൻ ഇന്നലെ ഇത് പണ്ട് കാലങ്ങളിൽ ഉള്ള ഗെയിമാണ്. ഇത് കൈകൊണ്ട് എടുത്തിച്ച് മാറ്റാണ്ട് ഇതിൽ നീക്കിച്ച് ഈ കട്ടേന ഈ ഹോൾസിലോട്ട് കൊണ്ടുവരണം, പുറത്തേക്ക് അല്ലേ? ഇത് നീക്കിച്ച് ഇങ്ങനെ എടുത്തു മാറ്റാണ്ട്. അതെ, മനസ്സിലായി. നീക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് ശരിക്കും നല്ല വളരെയധികം ശ്രദ്ധ. ഇത് കുറെ റൂട്ട് ഉണ്ട്, ആ റൂട്ട് പ്രകാരം പോയി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലോട്ട് എടുക്കാൻ കഴിയും. ജസ്റ്റ് കാണിച്ചു തരണം. ഒന്ന് കാണിച്ചോ, ഈ ട്രിക്ക് ഒന്ന് കാണിക്കും. ശരിക്കും നല്ല ടൈം പാസ് തന്നെയാണ്. ടൈം പാസും കൂടി കുറെ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ ടൈം പാസ് കളിക്കണത്. ഇത് നമ്മള് ഇപ്പോ പെട്ടെന്ന് കളി നിർത്തിയാൽ തന്നെ നമ്മക്കും മൈൻഡിൽ നിന്ന് കട്ടായി പോകും. ഇത് ശരിക്കും ഇത്ര സ്പീഡിലല്ല ചെയ്യണ്ടേ അല്ലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി, വാവ്. അടിപൊളി, നല്ല ടൈം പാസും കുറെ ചിന്തിക്കാനുണ്ട് അല്ലെ? വേറെ മറ്റു ടെൻഷനും. ഇത് പെട്ടെന്ന് ഒരാൾ കളിക്കണ കണ്ടാലോ ആ കളി പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ ഇല്ല, എനക്കൊന്നും മനസ്സിലായിട്ടില്ല. 1-2 പ്രാവശ്യം കണ്ടാലും തിരിയൂല. കുറച്ചൊന്ന് കാണണം, പിന്നെ കുറച്ചൊന്ന് ചെയ്ത് നോക്കുകയും വേണം. പിന്നെ അടുത്ത് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് കുപ്പിയിലെ ബാലൻസ്, വേറെ ഒന്നുമില്ല. തടിക്കഷ്ണമുണ്ട്, കുപ്പിയുണ്ട്. ഇതില് പശു ഒന്നുമില്ല. കുപ്പീന്റെ വെയിറ്റ്
വാൻസ് കണക്കാക്കി ചെയ്യുന്നത്. അടിപൊളി. മരക്കത്തി ഇതില് സ്പ്രിങ് അങ്ങനെ സ്പ്രിംഗ് ഉണ്ട്. ഉണ്ടല്ലേ? ആ സ്പ്രിങ്ങിന്റെ എല്ലാന്ന് ആട്ടം വരുമ്പോ ആ ഈ കമ്പിയിലോട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നു. ഇത് എത്ര ദിവസമായി ഇത് ഏത് ഈ സാധനം ചെയ്യുമ്പോ എത്ര? 2 ദിവസം? 2 ദിവസം. 2 ദിവസം വേണം അല്ലെ? കുത്തിയ ഡിസൈൻ ആക്കി എടുക്കണം. അതെ അതെ. ഈ കൊത്തിയിട്ട് മരക്കൊത്തിന് അതേ കണ്ടീഷനിലാക്കണ്ടേ അല്ലെ? ഇപ്പൊ ഇത് നമ്മൾ കാണിച്ച് പറഞ്ഞല്ലേ, ഇതിന്റെ ഉള്ളില് ബോൾ എടുക്കാൻ പറ്റില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, അതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ കൊത്തി ഉള്ളിൽ നിന്ന് തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ്. വേറൊന്നും ഇതിലില്ല. ഇതില്ല എന്ന് പറഞ്ഞാല് ഇവിടെ വേറെ ഒരു ഐറ്റവും ഇല്ല, ഈ ബോൾ തന്നെയാണ് ഉള്ളിലുള്ളത്. അതുപോലെ വേറെ കുറച്ച് ഐറ്റം കൂടി ഉണ്ട് കാണിക്കാൻ. അതും അതിന്റെ ഉള്ളിൽ പിന്നെ എടുക്കാൻ കഴിയില്ല. അതിന്റെ വേറെ ടൈപ്പാണ് ഇത്. ഇത് ബോളല്ല, ഇതും എടുക്കാൻ പറ്റില്ല അല്ലേ? ഒരുപാട് ഐറ്റം കാണാനുണ്ട്. ഇതാണ് ഇത് 12 പീസിന്റെ ഇടകൂടോ. ഇനി ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും ചെറിയ ഇടകൂടോ. ചെറിയ ഇടകൂടോ അല്ലെ? ഇതിലും എന്താ ഉണ്ടല്ലേ? കോട്ടിയാണ്. കോട്ടി. ഇത് ഇങ്ങനെ കഴിച്ച് കോട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യണം. എന്നാലും പണി തന്നെ. പിന്നെന്താ ഇനി നമുക്ക് ഇത് മരത്തടി ഇറങ്ങി വരുന്നേ. സ്ഥലം വേണ്ടി വരുമല്ലേ കുറച്ച്? അതെ. ഇത് പ്രൊഫഷണൽ അവര് കൊണ്ടുപോക്കണ്ട. കൊറേ സ്കൂളിൽ വെച്ചപ്പോ തേണി ഇറങ്ങി വരുന്ന അല്ലേ? ആ ബെയ്റ്റില് ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു വരുന്ന. ഇതിലും ആ കോട്ടിയാന്ന്. ആ കോട്ടീന്റെ ബെയ്റ്റിലാണ് മറിഞ്ഞു വരുന്നത് അല്ലേ? ഭയങ്കര സംഭവം തന്നെ. അപ്പൊ ഇത് പ്രദർശനത്തിന് കൊണ്ടുപോകാറുണ്ടോ? എവിടെയല്ല കൊണ്ടുപോകും? സ്കൂളുകളിൽ, പിന്നെ ക്ലബിന്റെ വാർഷികമെല്ലാം വരുന്ന വിദ്യാർത്ഥികളെ ഇതെല്ലാം വരില്ല. അപ്പൊ അവിടെ നല്ല സെയില് ചെയ്യാറുണ്ടോ? അല്ല, അത് ജസ്റ്റ് ഒന്ന് പ്രദർശനം എല്ലാവർക്കും. അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ എടുക്കലുണ്ട്, പിന്നീട് നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലാതെ പ്രദർശനം ഇതെല്ലാം വന്ന ആൾക്കാർ ഇതേമാതിരി പരിചയപ്പെടുത്തല്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഗെയിം അല്ലേ? ഇതെല്ലാം ഗെയിം ആകുമ്പോ നമുക്ക് കളിക്കാനും കൊടുക്കും. കുട്ടികളെ സ്കൂളിലെല്ലാം വെച്ച് ആയിരിക്കാമല്ലോ നമ്മൾ പ്രവേശനം നോക്കുമ്പോ ചുറ്റുപാട് ഉള്ളവർക്കെല്ലാം ഗെയിം കളിക്കാൻ കൊടുക്കും, സോൾവ് ചെയ്യാൻ ടീച്ച് കൊടുക്കും. പിന്നെ ഇതിപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളത് അല്ലേ? ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ അച്ഛൻ, അമ്മ, ഭാര്യ, 2 മക്കള്. 2 മക്കളല്ലേ? അപ്പോ പിന്നെ മരുവനുണ്ട്. ഒരുപാട് ഐറ്റം. 4 ബാഗ്, 4 or 5 എന്നറിയില്ല, ഒരുപാട് ഐറ്റം ഉണ്ട്. ഇനിയും കാണിക്കാം. പക്ഷെ ഇങ്ങനെ എല്ലാം എടുത്തെടുത്ത് കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് ഒരുപാട് ടൈം ആവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം. കാരണം ഇതാ ഇതെല്ലാം ഗെയിമാണ്. ഇതെല്ലാം ഗെയിമാണ്. ഇതിന്റെ പ്രത്യേകത ഒരു തടിയാണ്. ഒരു ജോയിന്റോ കാര്യങ്ങളൊന്നും ഒന്നും കാണുന്നില്ല. ഇത് 2 പീസാണ്. ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറ്റി ഇപ്പൊ ഇതിങ്ങനെ കയറ്റി കഴിഞ്ഞാല് ഇപ്പുറത്തേക്ക് കയറ്റണമെങ്കിൽ ഇവിടെ മുറിയുണ്ടേ, എവിടെയും മുറിയില്ല. ഇത് അതിന്റെ ഒരു വര മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറ്റി ലയിക്കാൻ പറ്റില്ലല്ലോ? ഇല്ല. നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെ കയറ്റിയെന്നുള്ളത്. അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അയച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ അതിന്റെ ഉള്ളിൽ ലോക്കാക്കി സെറ്റ് ചെയ്ത് വരാൻ കഴിയില്ല. അപ്പൊ കാണിച്ചില്ലേ, ഇപ്പൊ 3 ബാഗിൽ നിറച്ചുകൊണ്ട് വേറെയുണ്ട് ഐറ്റം. പിന്നെ വേറെ എന്തോ ഒരു അത്ഭുത ചക്രമുണ്ട്. അതെവിടെയുള്ളത്? അത് മുകളിലുണ്ട്. അപ്പൊ അത്ഭുത ചക്രാണേ. ഒന്ന് മുകളിലേക്ക് പോകാം. വാ.
അത്ഭുത ചക്രം മാത്രമല്ല, വീടേ ഒരു അത്ഭുതമുള്ള വീട് തന്നെയാണ്. ഇതാണ് അത്ഭുത ചക്രം. എന്തൊക്കെ ഡിസൈനാ മാറി മാറി വരുന്നല്ലേ. ഇത് അത്ഭുതമല്ല, മഹാത്ഭുതം. ഈ ഡിസൈൻ ഇപ്പം താങ്കളുടെ തന്നെയാണോ? ഇത് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ആക്കാൻ എത്ര ടൈം എടുത്തു? ഇത് പിന്നെ 2 ദിവസം എടുത്തിന്. 2 ദിവസം 2-3 ദിവസം. ഇത് അതല്ല, ഇത് ആക്കല് പെട്ടെന്ന് കഴിഞ്ഞു. ഇതിന്റെ മെക്കാനിക്സ് ഉണ്ട് കുറച്ച് ബേക്കില്. ആ മെക്കാനിക്സ് സെറ്റ് ചെയ്യാനാ കുറച്ച് പണി പാടുപെട്ടെ. ഇത് ഒറ്റ റാഡുമില് 2 ലീഫാണ്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് തിരിയാണോ? ഒന്ന് വലത്തോട്ട് അത്ഭുതം കാണും. പിന്നെ ഇതാണ് വെയിറ്റിലാണ് സംഗതി തിരിയുന്നത്. ക്ലിപ്പൊന്നും ഇങ്ങനെ മറി ചെയ്യാം. വെയിറ്റ് ഇങ്ങനെ നാണ് വരും. ഇതിപ്പോ നമ്മളിപ്പോ ഓണാക്കിയില്ല, എത്ര സമയം വരെ ഇതേപോലെ നിൽക്കും? ഇത് വെയിറ്റ് എത്ര? ഇത് നിർത്തോളം നമുക്ക് പിന്നെ ഒരു 10-15 മിനിറ്റോളം തിരിയുന്നു നിൽക്കും അല്ലേ? തിരിയിതേപോലെ അല്ലെ? ഇതിപ്പോ നമ്മള് ഒരാള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വാങ്ങണം, എത്ര പൈസ ഇതിന്? ഇത് ഞാൻ ഇതുവരെ സെയിലിന് പോയി കൊടുത്തിട്ടില്ല. ആവശ്യക്കാരുണ്ട്. അതെ, ആവശ്യക്കാരുണ്ടാവും. കാരണം ഇതാണ് അത്ഭുതം എന്ന് പറഞ്ഞാല് മഹാത്ഭുതം. അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കണ്ടെങ്കിൽ എന്ത് പണിയും ശ്രദ്ധയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ചെയർ അല്ലെ, ഇത് നിങ്ങളാക്കി തന്നെയാണ്. തുണി കസേലയാണോ? മടിയൻ കസേല? അതെ അതെ, മടിയൻ കസേല. മാറ്റം ഓരോരോ പീസ് അല്ലേ മരത്തിന്റെ? ഞാൻ വരുന്ന നോക്കട്ടെ. നമ്മളടുത്ത് തുണിക്കസേലയുണ്ട്, മടിയൻ കസേല. അതുകൊണ്ട് നിങ്ങളിരിക്കില്ലേ? അടിപൊളി. നടുവിന് നല്ല സുഖം കിട്ടും അല്ലെ? ഇത് സെയിലിനുള്ളതാ? ഇതെല്ലാം സെയിലിന്. എത്ര പൈസ? ഇത് അവര് മരുന്നെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നേ. കസ്റ്റമർ വന്ന് മരത്തോണ്ട് ചെയ്തു കൊടുക്കുന്നു അല്ലെ? ഇതിപ്പം നമുക്ക് ഇവിടെ ഉപയോഗിക്കാനല്ലോ അല്ലേ? അല്ല സെയിലിന് വെച്ചാണ്? അല്ലല്ല, ഇത് പഴയ കസേല. അത് ഞാൻ ഇതിന്റെ അകത്ത് ഇവിടെ വീട്ടിലേക്കുള്ള തന്നെ അല്ലേ? അതൊരു തുണി കസേലയാണ്. ഞാൻ മാറ്റി ചെയ്താക്കണം. അടിപൊളി. ചിത്രം വരക്കലുണ്ടോ? ചിത്രം അത്യാവശ്യം. പിന്നെ ഇപ്പം വലിയൊരു പാമ്പുണ്ടായില്ല. ഇതാച്ചാൻ കൊത്തിയതാണോ? കൊത്തി ഡിസൈൻ ചെയ്ത സംഭവം മരത്തിന്റെയാണ്. പക്ഷെങ്കില് എനിക്കുണ്ടല്ലോ പിടിക്കാം. എത്ര ദിവസം എടുത്ത് ഇത് ഉണ്ടാക്കാൻ? 1.5 ദിവസം കൊണ്ട് ഉണ്ടാക്കി അല്ലേ? ഇതില് വരയും വേണ്ടേ? എല്ലാം കൂടി 1.5 ദിവസം കൊണ്ടായി. അതെ. അപ്പൊ ഇതതിന്റെ കൂട്ടിൽ തന്നെ കിട്ടും. ഇതെല്ലാം വീട്ടിലേക്കാക്കിയില്ലേ? ഇതെല്ലാം വീട്ടിലേക്കാക്കി കുറെ സെയിലിന്. ഇത് ഒരു 13 ആ റേഞ്ചിൽ അങ്ങനെ മഹാണിന്റെ. ഇത് നീങ്ങില്ലേ? ഇല്ല, അടിയിരുന്നേ ചാർന്നു. കുറച്ചും കൂടി ബാക്കോട്ടില്ലേ. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇരിക്കുന്നു എങ്ങനെ വെക്കാം. അതെ, ഇതിന്റെ ശില്പിയൻ അവിടെ കിടന്നിട്ട് കാണിച്ചു തരുക. ഇതിപ്പോ എത്ര ദിവസമാവും നമ്മള് ഇതുണ്ടാക്കാൻ? 2-3 ദിവസം കൊണ്ട്. ഇതിനായിട്ട് മെനക്കെട്ട് 3 ദിവസം കൊണ്ടല്ലേ?
വാവ്, അടിപൊളി. പോകുമ്പോ എടുക്കണ്ട. അപ്പൊ ഇങ്ങനെ കിടന്നിട്ട് നോക്കുമ്പോഴാണ് മുകളിലൊന്ന് കാണുന്നത്. ഇതും തടിയില്ലല്ലേ? മൊത്തം മരമാണ്. പിന്നെ വെള്ളം മരമല്ലേ അല്ലേ അല്ലേ? സ്റ്റെപ്പ് അടിപൊളി. പിന്നെ അവിടെയുണ്ടൊരു സംഭവം ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. ക്ലോക്ക്, സോറി, ക്ലോക്ക് ആണല്ലേ? അതും നിങ്ങൾ ഉണ്ടാക്കിയല്ലേ? അല്ല, മിഷൻ വാങ്ങണല്ലോ, ബാക്കിയെല്ലാം. പിന്നെ ഇനി എന്താന്ന് കാണിക്കാനില്ല? ഇതിനകത്തൊരു വേറെ ഹൈലൈറ്റ് പറയുന്നുണ്ട്. പറഞ്ഞോളൂ. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് അയച്ച ലൈറ്റ് ഇട്ടാ. ഇത് ടൈൽ തന്നെയല്ലേ അല്ലേ? ഇത് ആദ്യം ഇവിടെ മറിയുന്നു. എന്നിട്ട് അത് ഒഴിവാക്കിച്ച് ഇതിന് മ്യൂസിക് കിട്ടും കേട്ടാ. അത് മോട്ടറിന്റെ ഒച്ച പറ്റൂല. ഇത് എവിടെയും തട്ടുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല അല്ലെ? എന്താ സംഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ലേ? എനിക്ക് വയ്യ. എങ്ങനെ പറയണം ഇവരെ ഈ ഒരു കഴിവിനെ പറ്റി, എന്ത് പറയണം എന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ ഇവിടെ കുറെ മൊമെന്റോസ് എല്ലാം കാണുന്നുണ്ടല്ലോ. അനക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മകന് കിട്ടിയതാണ് ഇത്. മകൻ എന്തിനു കിട്ടുന്നേ? അല്ല, എന്തിനു? ഡാൻസിന് പിന്നെ പാട്ടുണ്ട്. അതെ അല്ലേ? അടിപൊളി. ഇത് വരച്ച ഇതാര് വരച്ച? അതെ, ഇത് പിന്നെ അനിയത്തി വരച്ച. വരച്ച ആപ്പന്റെ കലാകാരിയാണ് അല്ലേ? ഇതായി ചെയർ, ഈ ചെറിയ പീസ് കൊണ്ട് ഒട്ടിച്ചാണ്, അല്ലാതെ പെയിന്റ് ചെയ്തതോ ഒന്നുമല്ല. അതുപോലെ ഷീറ്റ് ഒട്ടിച്ചൊന്നുമല്ല. അടിപൊളിയായിട്ടുണ്ട്. ഒരു കഷ്ണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കഷ്ണം തടി കഷ്ണം കിട്ടിയാൽ അതിൽ എന്തൊക്കെ ചെയ്യാന്നാണ് ആദ്യം ചിന്തിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം മരമല്ലേ അല്ലെ? എല്ലാം മരം. ചെറിയൊരു പീസിനെ കൊണ്ടാവും. ശരിക്ക് തടി കിട്ടിയാലെന്ന് പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് ആയി പോയില്ല അല്ലെ? എല്ലാം എന്തെങ്കിലും അവര് ചെയ്തു വെക്കും. അപ്പൊ മരം വെച്ച് ബന്ധമില്ല. ചങ്ങലയിൽ 5 ചങ്ങലയിൽ മൊത്തം വെക്കുന്നത്. ഈ ചങ്ങലയിൽ നിൽക്കുന്ന ഇത്? അതെ അതെ, അടിപൊളി. എനിക്ക് വയ്യ. ചങ്ങലയിൽ മാത്രം. ഇത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉണ്ടാക്കിയതാ. ആ സമയം അല്ലെ? ഇത് ഉണ്ടാക്കാൻ എന്താ കാരണം? എന്ത് വേണ്ടിട്ട് ഇതുപോലത്തെ? ഫേസ്ബുക്കിൽ ഇരുമ്പിന്റെ പോയി കണ്ടിനി. അപ്പൊ നമ്മള് ഇരുമ്പിനെ കൊണ്ടാക്കുന്ന രീതിയിൽ വ്യത്യസ്തതൊന്നുമില്ല അല്ലെ? അതേപോലെ. അപ്പൊ ചങ്ങലയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് ഞാൻ ഇത് മരത്തിൽ ചെയ്ത, ഇതെല്ലാം ഇരുമ്പിൽ അവര് ചെയ്ത് സെയിമല്ലോ. ഞാനിത് മരത്തിൽ ചെയ്ത് 4 ചങ്ങലയില്. 4 ചങ്ങലയില്ലേ? ഇപ്പം കുറെ ആളുകൾ ഉണ്ടാക്കിന്. ആ സമയം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉണ്ടാക്കിയ അത് ഇപ്പം തന്നെ എത്ര 4-5 കൊല്ലായില്ലേ? അതെ അതെ. മേക്കപ്പ് ബോക്സ് അല്ലേ? ഓരോ ഐറ്റവും ഇവിടെ അല്ലേ? അടിപൊളി. ഇതും താങ്കൾ തന്നെ ഉണ്ടാക്കിയല്ലോ അല്ലേ? അടിപൊളിയാണല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചാണ്. ഇനി ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണിക്കാനുമുണ്ട്. അതിനുള്ള ടൈം കുറച്ച് കുറവാണ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചാനലിന്റെ പേര്? വുഡ് മാജിക് ആണ്. വുഡ് മാജിക്. ഇത് ഈ കാണുന്ന തന്നെയാണ് സംഭവം അല്ലെ? അടിപൊളി. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ചാനല് ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ആദ്യം മുതൽ വെക്കുന്നുണ്ട്. വിളിക്കുക. അനാവശ്യമായിട്ട് വിളിക്കരുത്. ഇതേപോലെ എന്തെങ്കിലും കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഐറ്റം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക അല്ലെ? താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെ? നമ്മള് പിന്നെ മരം തരണമല്ല,
അല്ല മരുന്നൊന്നും ചെയ്യണ്ട. ഇത് ഇടകൊടുത്തിന്റെ എല്ലാം നമ്മള് സ്ഥാനം ഉണ്ടാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും അല്ലേ? ആ, അതുപോലെ പെട്ടെന്ന് പറയാണ്, ഒരു ടൈം തരണം. അതെ അതെ, ഏത് ഐറ്റാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? ആ, അടിപൊളി. ഇനിയിപ്പോ നമുക്ക് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ? എന്നാലും അതിന്റെ ഒരു ഇതുള്ളൂ. ആ, അപ്പൊ അടുത്ത സംഭവം നമ്മള് കുതിരയാണ് അല്ലേ? എടുത്തിട്ട് നമ്മൾ വെക്കണം അല്ലേ? ഇത് ബാലൻസിൽ ആടുന്നതാണ്, വെയിറ്റ് കണക്കാക്കി. സൂപ്പർ ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. പറയാന്ന് പറഞ്ഞാല് നമിക്കുന്നു. കാരണം അത്ര വെയിറ്റ്, മറ്റുള്ള പണി എടുക്കണം നമ്മള്, ഇതും ചെയ്യണം, എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അതിന്റെ നടുക്ക് രക്ഷയില്ല. പാട്ട് പാടുക? ഇല്ല, പാട്ടൊന്നും പാടൂല. മറ്റു പരിപാടിയൊന്നുമില്ല? ഇല്ല. ചിത്രം വരാ, പാട്ട് പാടില്ല, പാടൂല ഉറപ്പാ? ഇല്ല, പാടില്ല. നിന്റെ മോളല്ലേ? അതെ, അച്ഛന്റെ ഐറ്റംസ് കാണില്ല. ഏറ്റവും ഇഷ്ടം ഇതാന്ന്. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ശിരിച്ചോളൂ. എന്താ നോക്കിയ ഇത് നോക്കിയാ ഓട്ടി നോക്കിയാ സന്തോഷം വന്നല്ലേ? അത് കാണുമ്പോ ഭയങ്കര സന്തോഷം. ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാക്കും. അതല്ലേ? ഓട്ടി നോക്കിയാ ഭയങ്കര സന്തോഷം. അവൻ ഭാവന്റെ പേരെന്താ? ഋതുദേവിക. ഋതുദേവിക അല്ലെ? ബാ ഇങ്ങോട്ട്. അപ്പോ നമുക്ക് ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം. പറയൂ. ആയിക്കോട്ടെ. ഇത് ജീന, ഭാര്യയാണ്, വൈഫ്. ഇത് മകൻ, മൂത്ത മകൻ. അടുത്തത് ഇത് മരുവാനാണ്, പെങ്ങളുടെ മകൻ. ഇത് മോളാണ്. അമ്മ, പെങ്ങള്, അച്ഛൻ. അമ്മ, പെങ്ങള്, അച്ഛൻ. അപ്പൊ എല്ലാവരും എങ്ങനെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ അല്ലെ? അച്ഛനും അമ്മയും ഭാര്യയെല്ലാം. ഭാര്യ എങ്ങനെയാ? നല്ല അപ്പൊ എന്തായാലും ഇവർക്ക് യൂട്യൂബ് ചാനലും കൂടിയുണ്ട്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, വൈഫിന്റെ സപ്പോർട്ട് പ്രധാനമാണ്. അപ്പൊ നല്ല സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വ്യൂസിന്, അതുപോലെ ഒരുപാട് ആൾ അറിയപ്പെടുന്നതും, പിന്നെ ഇങ്ങനെ തന്നെ മൊമെന്റും, അതുപോലെ ഒരുപാട് വ്യത്യസ്ത സംഭവങ്ങളിലൂടെ അവാർഡ് വരെ കിട്ടാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാരും കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഈ ഐറ്റംസ് കാണിക്കാനും, എല്ലാ ഐറ്റംസും കാണിച്ചിട്ടില്ലെങ്കിൽ ഈ ഐറ്റംസ് കാണിക്കാനും ഉള്ള മനസ്സ് നല്ല മനസ്സാണ്. അതുപോലെ എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊള്ളുന്നു. തൽക്കാലം മാത്രമാണ്. ഇനിയിപ്പോ കോണ്ടാക്ട് എല്ലാം ഉണ്ട് എന്റെ ചാനലിന് വേണ്ടിയിട്ട്, നമുക്കും കുറെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് നിർത്തുന്നു.